ഒരു സീക്രട്ട് ടാസ്ക് കൊളമാക്കിയെങ്കിൽ എന്താ? ഇന്നലെ ബി ഹൗസിൽ നടന്ന ആതിരയുടെ എവിക്ഷൻ എന്ന സീക്രട്ട് ടാസ്ക് ഷാനവാസ് വളരെ മനോഹരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. ആതിര പുറത്ത് പോകുന്നത് വരെയും ആർക്കും ഒരു തരത്തിലുള്ള സംശയങ്ങളും തോന്നിയിരുന്നില്ല ഇതൊരു ഫേക്ക് എവിക്ഷൻ ആണെന്നുള്ളത്. ആകെ ഷാനവാസിനുണ്ടായിരുന്ന പേടി എന്ന് പറയുന്നത് ഈ 6 പേരെ കൺവിൻസ് ചെയ്ത് ആതിരയ്ക്ക് വോട്ട് നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് ഈ 6 പേരും അവിടെ വന്ന് ആതിരയുടെ പേര് പറയുന്നത് വരെ ആ ടെൻഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഷാനവാസിൻ്റെ കണ്ണിലതുണ്ടായിരുന്നു. ആര്യൻ്റെ സീക്രട്ട് ടാസ്ക് ഓൾറെഡി ഷാനവാസ് കുളമാക്കിയത് കൊണ്ട് തന്നെ ആര്യൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഷാനവാസ് പിന്നീട് അതിന് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം അവനും കൺവിൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ആതിരയുടെ പേര് നോമിനേറ്റ് ചെയ്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞായിരുന്നു. അതിൽ അക്ബർ ആ പാവയുടെ കേസും പിന്നെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ കാര്യമൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആതിര പോകാൻ നേരം അക്ബറിനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറയുന്നുണ്ട് അതെല്ലാം മറന്നു കളയണം, പാവയുടെ കേസിൽ സോറിയൊക്കെ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. എന്നാൽ പോകാൻ നേരം ഷാനവാസിന് കൈ കൊടുക്കുന്നില്ല, പകരം ഷാനവാസ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആതിര പറയുന്നുണ്ട് വരാത്തവരാരും വരണ്ട, അയാൾ അല്ലെങ്കിലും വരണ്ട എന്നുള്ളത്. അവസാനം എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങാൻ നേരമാണ് ബിഗ് ബോസ് പറയുന്നത് ആതിര പുറത്തേക്കല്ല അകത്തേക്കെന്ന്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അതൊരു ഫേക്ക് ആണെന്നുള്ളത്. ലക്ഷ്മി ഒന്ന് ഷാനവാസിന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്, ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗെയിം അടിപൊളിയായിട്ട് തന്നെ ഷാനവാസ് കളിച്ചു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, തെറ്റ് പറ്റിയാൽ തിരുത്തണമല്ലോ. ആദ്യം ഷാനവാസിന് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് ഒരു ഐഡിയയും ഇല്ലാതിരുന്നു. ആ ഷാനവാസ് ഇന്നലെ അതിഗംഭീരമായിട്ട് തന്നെ കളിച്ചു. അതിനുശേഷം ആദിലയും നൂറയും ഷാനവാസിനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ നെവിൻ ചുറ്റും നടന്ന് വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന് പറയുന്ന പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നം സോൾവായി. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നലത്തേത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.